ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. യെസ്, നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ജിയോഗ്രഫിയിലെ ഇൻ ദ എക്സ്പാൻസീവ് പ്ലെയിൻ എന്ന് പറയുന്ന വിശാല സമതല ഭൂമിയിൽ എന്ന് പറയുന്ന വിശാലമായ ചാപ്റ്റർ. ഈ ചാപ്റ്ററിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ മക്കൾ ഈ ഓണപ്പരീക്ഷയ്ക്ക് പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം അറിഞ്ഞു വെക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഏത് സ്ഥലത്തെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഏത് സ്ഥലത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ മാപ്പ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ മാപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ്, ലോകത്തിന്റെ നിറകയിൽ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിച്ചു. അത് നമ്മൾ ഹിമാലയത്തെ കുറിച്ച് എല്ലാം പഠിച്ചല്ലോ. ഹിമാലയത്തെ കുറിച്ച് എല്ലാം പഠിക്കാന്ന് പറഞ്ഞാൽ ഈ നോർത്തേൺ മൗണ്ടൻ അഥവാ ഉത്തരപർവ്വത മേഖലയെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഉത്തരപർവ്വത മേഖലയുടെ തൊട്ടു താഴെയായിട്ട് കിടക്കുന്ന ഈ മഞ്ഞ കളറിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗം കണ്ടോ, ഇതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഈ സ്ഥലത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഡോ ഗാംഗറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ. സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം. ഈ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര ഇത് കേൾക്കുന്ന സമയത്ത് എൻ്റെ മക്കളുടെ മനസ്സിൽ ഓർമ്മ വന്നിട്ടുണ്ടാവും. ഈ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര എന്ന് പറഞ്ഞാൽ, ഇൻഡസ് ഗംഗ ബ്രഹ്മപുത്ര എന്ന് പറഞ്ഞാൽ ഏതാണ്? അത് ഹിമാലയൻ നദികളാണ്. അപ്പൊ ഹിമാലയൻ നദികൾ കാരണമായിട്ടാണ് ഏത് രൂപീകരിച്ചിട്ടുള്ളത്? നമ്മുടെ ഈ ഒരു സ്ഥലമായിട്ടുള്ള ഇൻഡോ ഗംഗ ബ്രഹ്മപുത്ര പ്ലെയിൻ, സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം രൂപീകരിച്ചിട്ടുള്ളത്. സോ ഇതിനെ കുറിച്ചാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഈ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ഇവിടെ എങ്ങനെയാണ് രൂപീകരിച്ചത്. ഹൗ ഇറ്റ് ഷുഡ് ബി ഫോം. എങ്ങനെയാണ് നമ്മുടെ ഇൻഡസ് ഗംഗ ബ്രഹ്മപുത്ര സമതലം, സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം രൂപീകരിച്ചു വയ്ക്കാനും കുറച്ച് ജിയോമോർഫിക് ഏജൻസികളുണ്ട്, ഭൂരൂപീകരണ സഹായകർ. എന്നാൽ ഭൂമിയിൽ ഒരു രൂപം ഉണ്ടാവണമെങ്കിൽ ഒരു കല്ല്, ഒരു പല രീതിയിലുള്ള കല്ലുകൾ ഉണ്ടാവാം, പല രീതിയിലുള്ള പാറകൾ ഉണ്ടാവും, പല രീതിയിൽ മണലുകൾ ഉണ്ടാവും. ഇങ്ങനെയുള്ള ഏതായാലും ഭൂമിയിലെ പല രൂപങ്ങളുണ്ടല്ലോ, ആ പല രൂപങ്ങൾ ഉണ്ടാവാൻ വേണ്ടി സഹായിക്കുന്നത് 4 കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയുള്ള രൂപങ്ങൾ ഉണ്ടാവാറുള്ളത്. അതിൽ ഒന്നാമത്താണ് റണ്ണിങ് വാട്ടർ, ഒഴുകുന്ന ജലം. വെള്ളം ഒഴുകുന്ന സ്ഥലത്ത് അവിടെ ഒരു ഭൂമിക്ക് പല രൂപമായിട്ട് മാറും. ഇപ്പൊ വെള്ളം ഒരു സ്ഥലത്തിലൂടെ നമ്മൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കാൻ വിചാരിക്കാം. നിങ്ങൾ ആലോചിച്ചൊക്കെ, അതിനിടയിൽ ഒരു ചാല് പോലെ ആയിട്ട് മാറിയിട്ടുണ്ടാവില്ലേ? വെള്ളം ഒരു പാറയുടെ മുകളിൽ നിന്ന് താഴോട്ട് ഒഴുകാണെങ്കിൽ അവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടാവും, അതൊരു ഭൂമിയിലെ രൂപമാണ്. അപ്പൊ വെള്ളം ഒഴുകുന്ന ജലം എന്ത് ചെയ്യാറുണ്ട്? ഒരു ഭൂമിയിലെ പല രൂപങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ രണ്ടാമത്താണ് വിൻഡ്, കാറ്റ് പല രൂപങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? ഉണ്ടാക്കാറുണ്ട്. മൂന്നാമത് ഹിമാനികൾ, ഗ്ലേസിയർ എന്ന് വെച്ചാൽ മഞ്ഞുകൾ, മഞ്ഞു മലകളില്ലേ, അതിനെ വിളിക്കുന്ന പേരാണ് ഗ്ലേസിയർ എന്ന് പറയുന്നത്, ഹിമാനികൾ എന്ന് പറയുന്നത്. അവ പല രൂപങ്ങൾ ഉണ്ടാക്കാറുണ്ട്. വേവ്സ്, തിരമാലകൾ പല രൂപങ്ങൾ ഉണ്ടാക്കാറുണ്ട്. നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഒഴുകുന്ന ജലമാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം നിർമ്മിച്ചിട്ടുള്ളത്. ഒഴുകുന്ന ജലം, റണ്ണിങ് വാട്ടർ. എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചു വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒഴുകുന്ന ജലം എങ്ങനെ രൂപീകരിച്ചു എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോ സിന്ധു നദി മുകളിൽ നിന്ന് ഇങ്ങനെ ഒഴുകിയിട്ട് ഇങ്ങനെ താഴോട്ട് വരികയായിരിക്കാം. ഈ താഴോട്ട് വരുന്ന സമയത്ത് ഈ മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകുന്ന സമയത്ത് എന്തുണ്ടാവും? നിങ്ങൾ ആലോചിക്കുക, വെള്ളം ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. ഈ വെള്ളം ഇങ്ങനെ താഴോട്ട് ഒഴുകുന്ന സമയത്ത് ഇതിൻ്റെ പാറകൾ ഉണ്ടാവും, കല്ലുകൾ ഉണ്ടാവും, മണ്ണുണ്ടാവും, ചളി ഉണ്ടാവും. ഇവയെല്ലാം ഈ മുകളിൽ നിന്ന് ഒഴുകുന്ന സമയത്ത് അവിടെ നിന്നെല്ലാം ഇതെല്ലാം എടുത്തിട്ട് ഇവിടെ നിന്നുള്ള എല്ലാം എടുത്ത് താഴെ കൊണ്ടുവരൂല. എന്നിട്ട് ഇപ്പൊ മുകളിലൊക്കെ പാറ കല്ലൊക്കെ ഉണ്ടായിരുന്നു, ഇതൊക്കെ എടുത്തിട്ട് താഴെ കൊണ്ടുപോകുന്നിട്ട് ഇവിടെ നിന്ന് ഇതിങ്ങനെ പരന്നിട്ട് ഒഴുകാൻ പോവുക. ഇതിനെ പരന്നിട്ട് ഒഴുകാൻ പോവാം. അപ്പൊ ഈ താഴെ കൊണ്ടുപോയിട്ട് ഇതെല്ലാം വെക്കും അല്ലെ, താഴെ കൊണ്ടുപോയിട്ട് ഇതെല്ലാം വെക്കും. ഈ വെക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഡെപ്പോസിഷൻ അഥവാ നിക്ഷേപണം എന്ന് പറയും. നമ്മൾ പണം ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യില്ല, എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലൊക്കെയുള്ള പണത്തെ എടുത്തിട്ട് നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയിട്ട് വെക്കുന്നു. അതിനുള്ള ഡെപ്പോസിറ്റ്, നിക്ഷേപണം എന്ന് പറയാം. അതുപോലെ നമ്മൾ ഈ ഒഴുകുന്ന ജലം എന്ത് ചെയ്യുന്നു? ഒരുപാട് സെഡിമെന്റ്സുകൾ, നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞ വാക്കാണ് സെഡിമെന്റ്സുകൾ, അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങളിൽ കൊണ്ടുപോയിട്ട് വെക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് നിക്ഷേപണം. ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് നിക്ഷേപണം, ഈ ഭൂരൂപീകരണ പ്രക്രിയ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഭൂരൂപീകരണ പ്രക്രിയ എന്താ വെച്ചാൽ, ഡൈവേഴ്സ് ലാൻഡ് ഫോംസ് ആർ ഫോംഡ് ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് through the continuous process driven by the external forces known as the geomorphic process. അഥവാ ഭൗമോപരിതലത്തിൽ പ്രവർത്തിക്കുന്ന ബാഹ്യശക്തികൾ. നമ്മുടെ ബാഹ്യശക്തികൾ എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സസ് എന്ന് പറയുമ്പോൾ എന്താവാം? വെള്ളം, നമ്മളെ റണ്ണിങ് വാട്ടർ ആവാം, ഹിമാനി ആവാം, കാറ്റ്, ഇതൊക്കെ നമ്മളെ എക്സ്റ്റേണൽ ഫോഴ്സസ് ആ, ബാഹ്യശക്തിയാണ്. ഇവ എന്ത് ചെയ്യുന്നു? നിരന്തരമായ പ്രവർത്തനം. ഇവയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു ദിവസം വെള്ളം ഒഴുകിയിട്ടുണ്ട്, അവിടെ വലിയ മാറ്റമൊന്നും വരില്ല. കുറേ ദിവസം ആ വെള്ളം ഇങ്ങനെ ഒഴുകി ഭൗമോപരിതലത്തിൽ വൈവിധ്യമായ ഭൂരൂപങ്ങൾ ഉണ്ടാക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ഭൂരൂപീകരണ പ്രക്രിയ അഥവാ ജിയോമോർഫിക് പ്രോസസ് എന്ന് പറയുന്നത്. സോ ഈ ജിയോമോർഫിക് പ്രോസസ്സിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് നമ്മുടെ ഡെപ്പോസിഷൻ എന്ന് പറയുന്നത്. നിക്ഷേപണം എന്ന് പറയുന്നതാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഡെപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സെഡിമെന്റ്സ് ഓർ റോക്ക് മെറ്റീരിയൽ, നമ്മുടെ സെഡിമെന്റ്സ്, അവസാദങ്ങളോ റോക്ക് മെറ്റീരിയൽ, നമ്മുടെ കല്ലിന്റെ പീസുകളോ, ഫോംഡ് ത്രൂ ദ ഡിസ്ഇന്റഗ്രേഷൻ ദ റോക്ക് വേരിയസ്
ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ പ്രോസസ്. ഇവ എന്ത് ചെയ്യും? പൊട്ടിയും പൊടിയിലൊക്കെ ചെയ്യും അല്ലെ? പാറകളൊക്കെ പൊട്ടുമല്ലോ. ഈ പൊട്ടുന്ന കല്ലുകളൊക്കെ പൊട്ടുന്ന ഫിസിക്കൽ ആവാം, കെമിക്കൽ ആവാം, ബയോളജിക്കൽ ആവാം. 8ാം ക്ലാസ് പഠിച്ചിട്ടുള്ള കാര്യമാണ് ഇതെല്ലാം. നമ്മൾ എന്ത് ചെയ്യാണ്? ജൈവികമായിട്ടോ നമ്മളെ ഭൗതികമായിട്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്? നമ്മുടെ കെമിക്കൽ എന്ന് പറഞ്ഞാൽ രാസികമായിട്ടോ മാറ്റങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു? ഇവയെല്ലാം പൊടിഞ്ഞിട്ട് ദീസ് മെറ്റീരിയൽസ് ആർ ഡെപ്പോസിറ്റഡ് കൺവെൻഷനലി ദ ലോവർ റീജിയൻ. ഇങ്ങനെയുള്ള ഈ മെറ്റീരിയലുകളെല്ലാം, ഈ പൊടിഞ്ഞിട്ടുള്ള മെറ്റീരിയലുകളെല്ലാം താഴെ ഭാഗത്ത് ലോ റീജിയനിൽ വന്നിട്ട് അടിയുന്നതിനെ വിളിക്കുന്ന പേരാണ് ഡെപ്പോസിഷൻ എന്ന് പറയുന്നത്. അഥവാ ഇങ്ങനെ പറയാം, ബാഹ്യശക്തികൾ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് നോക്കിക്കൊണ്ടുപോവുകയും താഴ്ന്ന പ്രദേശങ്ങൾ നിക്ഷേപിക്കുകയും ചെയ്യുന്നു. ഈ പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് നിക്ഷേപണം. അപ്പൊ മുകളിൽ നിന്നൊക്കെയുള്ള പാറകളും മണ്ണുകളും കല്ലുകളും സെഡിമെന്റ്സുകളും അവസാദങ്ങളും എല്ലാം താഴെ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കുന്നതിന്, ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണെന്ന് ഡെപ്പോസിഷൻ. ഇങ്ങനത്തെ ഡെപ്പോസിഷന്റെ കാരണമായിട്ടാണ് നമ്മൾ ഇൻഡോ ഗംഗ ബ്രഹ്മപുത്ര പ്ലെയിൻ, നമ്മൾ പഠിക്കുന്ന സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഏതൊക്കെ നദികളുടെ ഡെപ്പോസിഷന്റെ ഭാഗമായിട്ടായിരിക്കും? അത് ഏതൊക്കെയാ? സിന്ധുവിന്റെയും ഗംഗയുടെയും ബ്രഹ്മപുത്രയുടെയും. ഇവ മൂന്നിന്റെയും കൂടെ നിക്ഷേപണത്തിന്റെ ഭാഗമായിട്ടാണ് ഏതുണ്ടായിട്ടുള്ളത്? ഈ പ്രദേശം ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ നീളം എത്രയാണെന്ന് നിങ്ങൾക്ക് ഇത് പഠിച്ചു വെക്കണേ. പരീക്ഷയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് 3200 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം എന്ന് പറയുന്നത്. 3200 കിലോമീറ്റർ ആണ്. ഏറ്റവും വലിയ എക്കൽ പ്രദേശമാണ് ലോകത്തിലെ തന്നെ. ഇന്ത്യയിൽ 2400 കിലോമീറ്ററേ വരുന്നുള്ളൂ. ഇന്ത്യ 2400 കിലോമീറ്റർ ആണ്. ആവറേജ് വിടുത്ത് 150 മുതൽ 300 കിലോമീറ്റർ വരെയാണ് ആവറേജ് വീതി, ശരാശരി വീതി വരുന്നത്. 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ, 7 lakh സ്ക്വയർ കിലോമീറ്റർ ആണ് അതിന്റെ വിസ്തീർണം, ഏരിയ വരുന്നത്. അതിന്റെ മുകൾ ഭാഗം എന്ന് വെച്ചാൽ നമുക്കറിയാം ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് അല്ലെ? നമ്മൾ ഹിമാലയം പഠിച്ചാണ്. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. അപ്പൊ ഇതെന്ത് ചെയ്തു? സിവാലിക് മുതൽ മുകളിൽ സിവാലിക് ആയിരിക്കും ഉണ്ടാവുക. താഴെ നമ്മളെ പെനിൻസുലാർ പ്ലാറ്റു ആയിരിക്കും. ആരാണ്? പെനിൻസുലാർ പ്ലാറ്റു അഥവാ ഉപദ്വീപീയ പീഠഭൂമി. ഇതിന്റെ രണ്ടിന്റെ നടുക്കാണ് ഈ സ്ഥലം കിടക്കുന്നത്. സോ അതിന്റെ നോർത്ത് എന്ന് പറയുന്ന സ്ഥലത്തെ സിവാലിക് റേഞ്ച് അഥവാ വടക്ക് ശിവാലിക് പർവ്വതനിരകളും സൗത്തിലെ പെനിൻസുലാർ പ്ലാറ്റു ഉപദ്വീപീയ പീഠഭൂമിയുമാണ് നമുക്ക് കാണാൻ പറ്റുക. ഇതിനെ നമ്മൾ പ്രധാനമായിട്ടും 4 ഭാഗങ്ങളാക്കിയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യൻ സമതലത്തെ 4 പ്രാദേശിക വിഭാഗങ്ങൾ, ഇൻഡോ ഗാംഗറ്റിക് ഏരിയയെ നമ്മൾ 4 ഭാഗമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തതാണ് ബ്രഹ്മപുത്ര സമതലം, ബ്രഹ്മപുത്ര പ്ലെയിൻ. അഥവാ ഇവിടെയുള്ള ഈ ബ്രഹ്മപുത്ര നദിയാക്കണേ, ബ്രഹ്മപുത്രയുടെ വട്ടം ആ ഒരു ഭാഗത്തുള്ള സ്ഥലത്തെയാണ് ബ്രഹ്മപുത്ര സമതലം എന്ന് പറയുന്നത്. രണ്ടാമത്തേക്കാണ് നമുക്ക് പറയാൻ പറ്റും. ഈ യെല്ലോ കളറിൽ, മഞ്ഞ കളറിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല, ഗംഗാ സമതലം, ഗംഗാ പ്ലെയിൻ എന്ന് പറയാം. മൂന്നാമത്തതാണ് ഈ പഞ്ചാബിന്റെ ഭാഗത്ത്, പഞ്ചാബിന്റെയും ഹരിയാനയുടെയും ഭാഗത്ത് കിടക്കുന്ന പഞ്ചാബ് ഹരിയാന പ്ലെയിൻ, പഞ്ചാബ് ഹരിയാന സമതലം. നാലാമത്താണ് ഈ രാജസ്ഥാന്റെ ഭാഗത്ത് കിടക്കുന്ന രാജസ്ഥാൻ സമതലം. അങ്ങനെ 4 ആക്കിയിട്ട് നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ തരം തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ മക്കളെ? കമന്റ് ബോക്സിൽ അടിപൊളിയായിട്ട് കമന്റ് ചെയ്തു വെച്ചോളൂ. ഈ നമ്മുടെ നോർത്ത് ഇന്ത്യൻ പ്ലെയിനെ അഥവാ ഉത്തരേന്ത്യൻ സമതലത്തെ 4 ഭാഗങ്ങളായി തരംതിരിച്ചു. കമന്റ് അവിടെ ചെയ്തു വെച്ചോ എന്നാൽ മറക്കാതെ നിൽക്കും. ബ്രഹ്മപുത്ര പ്ലെയിൻ, ഗംഗാ പ്ലെയിൻ, പഞ്ചാബ് ഹരിയാന പ്ലെയിൻ, രാജസ്ഥാൻ പ്ലെയിൻ. ഇതിന്റെ ഡീറ്റെയിലുകളാണ് മക്കളെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഈ ഒരു ചാപ്റ്ററിന്റെ കൃത്യമായിട്ടുള്ള റിവിഷനുമായിട്ടെല്ലാം നമ്മൾ വരുന്നതാണ്. അടിപൊളിയാക്കിയിട്ട് ഇതിന്റെ ചാപ്റ്ററുകൾ നമ്മളെല്ലാം പഠിപ്പിക്കുന്നതാണ്. സോ ഒരാളും മറന്നു പോകരുത്. ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. പരീക്ഷയ്ക്ക് 15 മുതൽ 17 മാർക്ക് വരെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ചാപ്റ്ററാണ്. നമുക്കിത് അടിപൊളിയായിട്ട് പഠിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഐ ബി വൈൻഡ് അപ്പ് ടുഡേ സെഷൻ ഹിയർ. പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടല്ലോ. സോ ടാറ്റാ, ബൈ ബൈ.